വക്കീലെ, ജൂലൈ നമ്മളൊക്കെ പുറത്തിറങ്ങിയാൽ വീട്ടിലേക്ക് വരണം കേട്ടോ. കഴിഞ്ഞ മാർച്ചിൽ ബാംഗ്ലൂരു സ്ഫോടന കേസിലെ അന്തിമവാദം കഴിഞ്ഞ് ജയിലിൽ വെച്ച് തന്റെ വക്കീലിനെ കണ്ടപ്പോൾ അബ്ദുൽ ഖാദർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും തന്റെ കുടുംബത്തോട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന് ഇതേ പ്രതീക്ഷയുണ്ടായിരുന്നു. 4 മാസത്തിനകം വിചാരണ തീർക്കണം, അല്ലെങ്കിൽ ജാമ്യം കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിയാണെങ്കിലും കിട്ടാൻ പോകുന്ന ആ ഒരു നീതിയെക്കുറിച്ചോർത്താവണം അദ്ദേഹവും കൂടെയുള്ള തടവുകാരും അവിടെ ഓരോ ദിവസവും തള്ളി നീക്കിയത്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ബാക്കിയാക്കി കഴിഞ്ഞ മാസം അദ്ദേഹം ജയിലിനുള്ളിൽ വെച്ച് മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നീണ്ട 17 വർഷങ്ങളാണ് അദ്ദേഹം ഒരു വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്നത്. കുറ്റം തെളിഞ്ഞാൽ പോലും പരമാവധി 3 വർഷം മാത്രം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഈ 60 വയസ്സുകാരനായ മനുഷ്യന്റെ മേൽ ചുമത്തിയിരുന്നത്. അതിനാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ 17 വർഷങ്ങൾ ഒരു ജയിലിൻ്റെ ഇരുട്ടറയിൽ ഹോമിക്കേണ്ടി വന്നത്. ഒടുവിൽ വിധി വരുന്നതിന് തൊട്ടു മുൻപ് ജയിലിൽ വെച്ചുള്ള ഒരു വിടവാങ്ങലും. ഈ കേസിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കണം. ഭരണകൂടം കെട്ടിച്ചമച്ച കഥകൾ സാക്ഷിമൊഴിയായി പറയാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. കള്ളസാക്ഷ്യം പറയാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കില്ല എന്ന നിലപാടെടുത്തതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ആ ഒരൊറ്റ നിലപാടോടെ അതുവരെ സാക്ഷി പട്ടികയിലുണ്ടായിരുന്ന അബ്ദുൽ ഖാദറിന്റെ പേര് ഒറ്റ രാത്രി കൊണ്ട് പ്രതിപട്ടികയിലേക്ക് മാറ്റിയെഴുതപ്പെട്ടു. ഈ 17 വർഷത്തിനിടയിൽ ആകെ 2 തവണയാണ് അദ്ദേഹം പുറം ലോകം കണ്ടത്. ഒന്ന് മകളുടെ വിവാഹത്തിന്, മറ്റൊന്ന് സ്വന്തം ഉമ്മ മരിച്ച ദിവസം. ആരോഗ്യം വല്ലാതെ മോശമായപ്പോൾ പോലും മെഡിക്കൽ ഗ്രൗണ്ട്സിൽ ഒരു താൽക്കാലിക ജാമ്യം നൽകാൻ പോലും നമ്മുടെ കോടതികൾക്ക് ദയവുണ്ടായില്ല. വിദഗ്ധ ചികിത്സ കൊടുക്കാൻ പോലും തയ്യാറാകാതെ ആ പാവ മനുഷ്യനോട് ജയിൽ അധികൃതരും ഭരണകൂടവും കാണിച്ചത് ക്രൂരത തന്നെയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു തത്വമുണ്ട്: കുറ്റം തെളിയിക്കുന്നതുവരെ ഒരാൾ നിരപരാധിയാണ്. പക്ഷേ UAPA പോലുള്ള കഠിനമായ നിയമങ്ങൾ വരുമ്പോൾ ഈ തത്വം അട്ടിമറിക്കപ്പെടുകയാണ്. ഇവിടെ വിചാരണ തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. വർഷങ്ങളോളം ജാമ്യം കിട്ടാതെ വിചാരണ പോലുമില്ലാതെ തടങ്കലിൽ വെക്കാൻ നിയമങ്ങൾ ഭരണകൂടങ്ങൾക്ക് അധികാരം നൽകുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ രാജ്യത്തെ വിചാരണ തടവുകാരുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ വലിയൊരു ഞെട്ടിക്കുന്ന കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ജയിലുകളിൽ കിടക്കുന്നവരിൽ 75%-ലധികം പേരും കുറ്റം തെളിയിക്കപ്പെട്ട കുറ്റവാളികളല്ല, മറിച്ച് വിചാരണ കാത്തുകിടക്കുന്ന വിചാരണ തടവുകാരാണ്. അതിൽ ഭൂരിഭാഗവും ആദിവാസി, ദലിത്, മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളാണ്. കേന്ദ്ര ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ വ്യവസ്ഥാപിതമായി വേട്ടയാടുന്നത് എന്ന ഉദാഹരണമാണ് നമുക്ക് ചുറ്റുമുള്ള ഈ കേസുകൾ. നമ്മൾ ജക്കരിയുടെ കേസ് കേട്ടിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് യൗവനം മുഴുവൻ ജയിലിൻ്റെ ചുവരുകൾക്കുള്ളിൽ തീർക്കേണ്ടി വന്ന മറ്റൊരു മലയാളി യുവാവ്. ഡൽഹി കലാപവുമായി ബന്ധപ്പെടുത്തി UAPA ചുമത്തി ജയിലിലടച്ച ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയും അവസ്ഥ നോക്കൂ. വർഷങ്ങളായി അവരുടെ വിചാരണ നീണ്ടുപോവുകയാണ്. ജാമ്യാപേക്ഷകൾ സുപ്രീം കോടതിയിൽ പോലും മാസങ്ങളോളം മാറ്റിവെക്കപ്പെടുന്നു. ഫാദർ സ്റ്റാൻ സ്വാമിയെ നമ്മൾ മറന്നോ? 80 വയസ്സ് കഴിഞ്ഞ് പാർക്കിൻസൺസ് രോഗം ബാധിച്ച ആ മനുഷ്യന് ഒരു സിപ്പർ കപ്പോ സ്ട്രോയോ കൊടുക്കാൻ പോലും ദിവസങ്ങളോളം വിസമ്മതിച്ച വ്യവസ്ഥിതി ഒടുവിൽ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അബ്ദുൽ ഖാദറിന്റെ മയ്യത്ത് സൂക്ഷിച്ച ബാംഗ്ലൂരു വിക്ടോറിയ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ വരുന്നത് ഒരേ ഒരു ചോദ്യമാണ്: അദ്ദേഹത്തിനും ഉണ്ടായിരുന്നില്ലേ സ്വപ്നങ്ങൾ? എന്നെ തീവ്രവാദി എന്ന് വിളിച്ച് വേട്ടയാടിയ ലോകത്തിനു മുന്നിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ആ ഒരു ദിവസം, അതിനെക്കുറിച്ച് അദ്ദേഹം എത്രമാത്രം കിനാവ് കണ്ടിട്ടുണ്ടാവും. സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പ്രതീക്ഷ അർപ്പിച്ച് ഈ വരുന്ന ജൂലൈ മാസം മുതൽ തൻ്റെ ഇണയോടും മക്കളോടും പേരമക്കളോടും ഒപ്പം ജീവിക്കാൻ അദ്ദേഹം എത്രമാത്രം കൊതിച്ചിട്ടുണ്ടാവും. ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് നമ്മുടെ ജനാധിപത്യവും നീതിന്യായ വ്യവസ്ഥയും തലകുനിച്ചു നിൽക്കുന്നത്. കുറ്റം തെളിയിക്കപ്പെടാതെ 17 വർഷം ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഒടുവിൽ വിധിക്ക് തൊട്ടു മുൻപ് അയാളുടെ ജീവനും എടുത്തു കഴിഞ്ഞിട്ട് ഇനി കോടതികൾ അയാളെ നിരപരാധി എന്ന് പ്രഖ്യാപിച്ചാൽ ആർക്ക് എന്ത് നേട്ടമാണുള്ളത്? നീതി വൈകുന്നത് നീതി നിഷേധിക്കൽ മാത്രമല്ല, അതൊരു വ്യവസ്ഥാപിതമായ കൊലപാതകം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയെങ്കിലും ഇത്തരം അനീതികൾക്കെതിരെ നമ്മുടെ ശബ്ദങ്ങൾ ഉയരട്ടെ.